റിപ്പബ്ലിക് ഡേ സെയിൽ ഡേ 2 ആണ് ഇന്നത്തത്. അതും നല്ല ഭംഗിയുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു അറ്റയറാണ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്, ടെക്സ്ചർ ജോർജറ്റ് പോലെ ആയിരിക്കും. അതിൻ്റെ കൂടെ നല്ല ഭംഗിയിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നെക്ക് ലൈൻ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ബോഡി വിത്ത് ലൈനിങ് ആണ് ഈ ഒരു കട്ടില വന്നിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ ഓഫ് 4 ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വന്നിരുന്നത് 1199 ആണ്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു പിങ്ക്, ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ്, ആൻഡ് ദെൻ ഈ ഒരു ഗ്രീൻ കളർ, ആൻഡ് ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, ബ്ലൂഷ് ഗ്രേ കളർ 4 ഷെയ്ഡ്സിലാണ്. ഇതിൻ്റെ MRP വന്നിരുന്നത് 1199. നമ്മുടെ സെയിൽ പ്രൈസ് 1049 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പം മിസ്സാക്കരുത് ഇങ്ങനത്തെ ചാൻസസ്. ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഫ്രീ ഷിപ്പിങ്ങിലും ഇതുപോലെ ഡിസ്കൗണ്ടഡ് പ്രൈസിലും കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ മേടിക്കുക. അപ്പം 7 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പാസ്റ്റൽ ഷെയ്ഡാണ്. നല്ല കോംപ്ലിമെൻറ്റ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു കളർ. അതിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ബീഡ്സും കട്ട് ബീഡ്സും ത്രെഡ് വർക്കും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടത് വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് വൺ നോക്കാം. അത് നമ്മുടെ കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. നമ്മൾ ഇതിനകത്ത് വരുന്ന കളേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ബ്രൈറ്റർ ഷെയ്ഡ് പാലറ്റ് അങ്ങനത്തെ ഒരു കളേഴ്സ് അല്ല. ഇത് ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനകത്തും ഗ്രീൻ കൊണ്ടുവരും. പക്ഷേ ഈ ഒരു ടിൻ്റ് ഓഫ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമുക്ക് മിലിറ്ററി ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒലിവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു കൈൻഡ് ഓഫ് ഒരു പേസ്റ്റിലാണ്, പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ. അങ്ങനത്തെ കളേഴ്സാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് മിക്കതും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുമാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ അറ്റയേഴ്സ് ഉണ്ടല്ലോ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബിക്കോസ് ജോർജറ്റിനകത്ത് ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ സിൽക്ക് കോട്ടണിനകത്ത് ഹാൻഡ് വർക്ക് വരുന്നത്, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോർമലായിട്ട് ഞങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടില്ല, അത് കാണാൻ പറ്റില്ല. അങ്ങനെ റെഗുലറായിട്ട് കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു അറ്റയറും അല്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ട്രൈ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ഇത് നോർമൽ ഒരു കട്ടുമല്ല, നോർമലായിട്ടൊരു പ്ലീറ്റ്സ് അല്ല വന്നേക്കുന്നത്, നോർമൽ ആലിയ കട്ടല്ല വന്നേക്കുന്നത്. ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പം നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് കുറച്ച് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കൊണ്ടുവരുന്നുണ്ട്. റീസ്റ്റോക്ക് പറയുന്നത് കൊണ്ടുവരുന്നുണ്ട്. കസ്റ്റമേഴ്സ് പറയുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കോമെൻറ്റ്സിലൂടെയും ഫീഡ്ബാക്കിലൂടെ അറിയുന്നതിലും വളരെ സന്തോഷം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വെബ്സൈറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. 7 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച്. നെക്സ്റ്റ് വന്നു ലാസ്റ്റ് കളറാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്ന ഒരു ബ്ലൂഷ് ഗ്രേ ആണ്. അതിനകത്തേക്കും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് ഡ്രസ്സിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. ബോഡി വിത്ത് ലൈനിങ്, സ്ലീവ്സ് ലൈനിങ് യൂസ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉള്ളത്. 7 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച്. ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്സസറീസ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡാസ്ലേഴ്സ് ഉണ്ട്, ഇതുപോലത്തെ സ്റ്റഡ്സും ഒക്കെ ഉണ്ട്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ തന്നെ അതും ആഡ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു പാനൽ കട്ടാണ്. അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പാനൽ കട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. ഫുൾ ബിസി പ്രിൻ്റാണ്. ബിസി പ്രിൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമുക്ക് ബോഡി കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസിനെ മാത്രമാണ് ഇതെല്ലാം ബേസ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ അതല്ല, കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ നല്ല ആപ്റ്റായിട്ടുള്ളൊരു ചോയ്സാണ്. ബിക്കോസ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ബിസിയാണ്, ഫുള്ളി ബോൾഡ് പ്രിൻസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡായി പോകുന്ന ഒരു ടൈപ്പാണ്. നമുക്കിതൊരു കാഷ്വൽ ഡ്രസ്സായിട്ട് സിംഗിൾ പീസായിട്ട് യൂസ് ചെയ്യാം. അതെല്ലാം നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ട് ബോട്ടം വെച്ച് പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഡെനിംസിൻ്റെ കൂടെ വേണേലും ഒരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. 2 സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട്. A ലൈൻ കട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഷോ ബട്ടൺ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. 7 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് വരുന്ന പ്രോഡക്റ്റാണ്. കളേഴ്സ് ഉണ്ട്, വേഗം നോക്കാം. അടുത്ത് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് പോയിട്ടുള്ളത്. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് വന്നു. അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു ഡീറ്റെയിലിങ്ങും പാറ്റേണും ഒക്കെയാണ് വന്നിട്ടുള്ളത്. 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. ലൈനിങ് അറ്റാച്ച് അല്ല കേട്ടോ. കോട്ടൺ ഫ്ലെക്സ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ലാസ്റ്റ് കളറാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്ന ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. 2 സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട്. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 899. റെഡി ടു ഡിസ്പാച്ച് ആണ്. ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.